ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോൺ ജോർജ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസിൻ്റെ ഓൺലൈൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ IBSൻ്റെ റീസണിങ് ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് ബ്ലഡ് റിലേഷൻ. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. ആദ്യം പറയാൻ പോകുന്ന റിലേഷൻ നെഫ്യൂ എന്ന് പറയുന്ന റിലേഷനാണ്. നെഫ്യൂ എന്ന് പറയുന്ന റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ബേസ് ചെയ്ത് തന്നെ പറയാം. ഞാനുണ്ട്, എനിക്കൊരു ബ്രദറുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ സണ്ണാണ് എൻ്റെ നെഫ്യൂ. ഇത് ഒരു കേസ് ഇതാണ്. രണ്ടാമത്തെ കേസ് ഞാൻ പറയാം. എനിക്കൊരു സിസ്റ്ററുണ്ട്, സിസ്റ്ററിന് ഒരു സണ്ണുണ്ട്, അതും എൻ്റെ നെഫ്യൂ ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് നെഫ്യൂ വരാം. എൻ്റെ ബ്രദറിൻ്റെ സൺ എൻ്റെ നെഫ്യൂ, എൻ്റെ സിസ്റ്ററിൻ്റെ സണ്ണ് എൻ്റെ നെഫ്യൂ. രണ്ടാമത് നീസിനെ പറ്റി പറയണം. നീസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ ആണെങ്കിൽ എൻ്റെ നീസായിരിക്കും. ഓക്കെ, അപ്പം നീസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ എൻ്റെ നീസായിരിക്കും. ഈ രണ്ട് റിലേഷൻ ആർക്കും ഡൗട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് കസിൻ എന്ന് പറയുന്ന റിലേഷനിലേക്കാണ്. കസിൻ എന്ന് പറയുന്ന റിലേഷൻ ഞാൻ പറയുന്നതിന് മുമ്പ് അങ്കിളിനെയും ആൻറ്റിയെയും പരിചയപ്പെടുത്തണം. ആദ്യം നമ്മൾ അങ്കിളിനെ പരിചയപ്പെടുത്താം. അങ്കിള് ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ അങ്കിളാണല്ലോ. അതെ, അച്ഛൻ്റെ അമ്മയുടെ സഹോദരൻ അങ്കിളാണ്. അടുത്തത് വീണ്ടും ഞാൻ പറയുന്നു, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി ആൻറ്റിയാണല്ലോ. ഈ അങ്കിളിൻ്റെ അല്ലെ ആൻറ്റിയുടെ മക്കളാണ് കസിൻ എന്ന് പറയുന്നത്. ഈ കസിന് ജെൻഡർ ഒരു വിഷയമല്ല. കസിൻ മെയിലാകാം, ഫീമെയിലാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഇതിൻ്റെ ജെൻഡർ നമ്മൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ജെൻഡർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെയില് പ്ലസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ഫീമെയില് മൈനസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ജെൻഡർ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പ്ലസ് ആണ് മെയില്, മൈനസ് ആണ് ഫീമെയില്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയഗ്രാം എക്സാമിൻ്റെ ഡയഗ്രാം വരയ്ക്കേണ്ടത്. നമുക്ക് വരച്ചല്ലേ നമുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പറയേണ്ടത് ബ്രദർ സിസ്റ്റർ റിലേഷനാണ്. ബ്രദർ സിസ്റ്റർ റിലേഷൻ. ബ്രദർ നമുക്കറിയാം മെയിലാണല്ലോ, ബ്രദർ മെയില്, സിസ്റ്റർ ഫീമെയിൽ ആണല്ലോ. ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും? ഒരു സിംഗിൾ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ബ്രദർ സിസ്റ്റർ റിലേഷൻ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് സിംഗിൾ ലൈനിൽ. അതിനുശേഷം അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ. ഹസ്ബൻഡ് വൈഫ്, ഹസ്ബൻഡ് മെയിൽ ആണല്ലോ, വൈഫ് ഫീമെയിൽ ആണല്ലോ. ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഡബിൾ ലൈനിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെ ഈക്വൽ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, മെയിൽ ആയതുകൊണ്ട് ഹസ്ബൻഡിന് പ്ലസ് വെച്ച് കൊടുത്തു, ഫീമെയിൽ ആയതുകൊണ്ട് വൈഫിന് മൈനസ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫാദർ സൺ റിലേഷനാണ്. ഫാദർ മെയിലാണല്ലോ, പ്ലസ് സൺ മെയിലാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫാദർ എപ്പോഴും സണ്ണിനേക്കാളും ഒരു ജനറേഷൻ മുകളിൽ നിൽക്കേണ്ട ആളല്ലേ ഫാദർ എന്ന് പറയുന്നത്. അപ്പം ഫാദർ മുകളിലാണെങ്കിൽ അതിൻ്റെ താഴത്തെ ജനറേഷനിൽ വേണം സണ്ണ് വരാനായിട്ട്. രണ്ടുപേരും മെയിലാണ്, പ്ലസ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന റിലേഷൻ, പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്ന റിലേഷൻ. ഈ രണ്ട് റിലേഷനും കൂടി നമുക്കൊന്ന് നോക്കാം. എൻ്റെ കേസ് തന്നെ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഒരു ബ്രദർ ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ഓക്കെ, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ആരാണ് ഞാൻ? ബ്രദർ ലോ ആണ് അല്ലേ? രണ്ടാമത് മറ്റൊരു രീതിയിലും എനിക്ക് ബ്രദർ ലോ ആകാം. ഞാൻ മാരീഡ് ആണെന്നിരിക്കട്ടെ, എൻ്റെ വൈഫിൻ്റെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെന്നിരിക്കട്ടെ, അവരുടെ ആരാണ് ഞാൻ? അവരുടെ ബ്രദർ ലോ ആണ് ഞാൻ. രണ്ട് രീതിയിൽ എനിക്ക് ബ്രദർ ലോ ആകാം. ഒന്ന് ബൈ മാര്യേജ്, കല്യാണം കഴിച്ച് എനിക്ക് ബ്രദർ ലോ ആകാം. അല്ലെങ്കിൽ എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടെന്നിരിക്കട്ടെ, അവർ മാരീഡ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയും എനിക്ക് ബ്രദർ ലോ ആകാം. ഓക്കെ, അപ്പം ബ്രദർ ലോ റിലേഷനും സിസ്റ്റർ ലോ റിലേഷനും നമ്മളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫാമിലി ട്രീയെ കുറിച്ചാണ്. ഫാമിലി ട്രീയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ പറയുന്നത്, ഞാൻ എന്നെ ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഉണ്ട്, എനിക്കൊരു ബ്രദറുണ്ട്. ഞാനും ബ്രദറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഞാനും ബ്രദറും തമ്മിലുള്ള റിലേഷൻ സിംഗിൾ ലൈനിട്ട് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ? ഞാൻ മെയിലാണ്, പ്ലസ് ബ്രദർ മെയിലാണ്, പ്ലസ്. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറും തമ്മിലുള്ള റിലേഷൻ സിംഗിൾ ലൈനിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ബ്രദർ മാരീഡാണ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എൻ്റെ ആരായിരിക്കും? എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എൻ്റെ സിസ്റ്റർ ലോ ആയിരിക്കും. ഓക്കെ, എൻ്റെ ബ്രദറും സിസ്റ്റർ ലോയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അവർ ഹസ്ബൻഡും വൈഫുമാണ്. അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും? ഈക്വൽ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈക്വൽ ഇട്ട് എൻ്റെ ബ്രദറും സിസ്റ്റർ ലോയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതിനുശേഷം എൻ്റെ ബ്രദറിന് ഒരു സൺ ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ ആരാണ്? എൻ്റെ ബ്രദറിൻ്റെ സൺ എൻ്റെ
നെഫ്യൂ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ബ്രദറിന് ഒരു ഡോട്ടർ ഉണ്ടെന്നിരിക്കട്ടെ, എൻ്റെ ആരാണ്? എൻ്റെ നീസാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിനി പറയാൻ പോകുന്നു എൻ്റെ ഫാദർ, എൻ്റെ മദർ. ഓക്കെ, എൻ്റെ ഫാദറും മദറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫാദർ മെയിൽ പ്ലസ് കൊടുത്തു, മദർ ഫീമെയിൽ മൈനസ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തു. എൻ്റെ മദറിന് ഒരു ബ്രദർ ഉണ്ടെന്നിരിക്കട്ടെ, എൻ്റെ ആരായിരിക്കും? എൻ്റെ അങ്കിളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അമ്മയുടെ സഹോദരൻ എന്ന് പറയുവാണെങ്കിൽ അത് മെറ്റേണൽ എന്ന് പറയണം. മെറ്റേണൽ അങ്കിൾ മെയിലാണ്, പ്ലസ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു റിലേഷനിലേക്ക് നമുക്ക് പോകാം. അവിടെ നിന്ന് ഈ അങ്കിളിൻ്റെ മകനിലേക്ക് വന്നു. ഈ അങ്കിളിൻ്റെ മകൻ എൻ്റെ ആരായിരിക്കും? എൻ്റെ കസിനായിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയേ, എൻ്റെ കസിനും ഞാനും ഒരേ ജനറേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം കസിൻസ് ഒരേ ജനറേഷനിൽ വരേണ്ട ആൾക്കാരാണ്. നെഫ്യൂ നീസ് എൻ്റെ ജനറേഷനിലാണോ വന്നത്? എൻ്റെ താഴത്തെ ജനറേഷനിലാണ് വന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തെ ഫാമിലി ട്രീയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിലും മനോഹരമായൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.